എല്ലാവർക്കും നമസ്കാരം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. എന്താണ് വായനാ ദിനം? ജൂൺ 19 വായനാ ദിനം. 1996 മുതൽ ജൂൺ 19 കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും ആചരിക്കുന്നു. വായനയെ ജനകീയമാക്കാനും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനും ഒരു തലമുറയെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി സംസ്ഥാനത്ത് ആചരിക്കുന്നത്. ഇനി നമുക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നത്. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം എന്നാണ്? വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം എന്നു മുതലാണ്? 1996 മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. 1996 മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത്. വള്ളത്തോൾ പുരസ്കാര സമ്മാന തുക എത്രയാണ്? 1991 നൽകി തുടങ്ങിയ വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1,11,111 രൂപയാണ്. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിന് നൽകുന്ന തുക അല്ലെങ്കിൽ സമ്മാന തുക എന്ന് പറയുന്നത്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? പാല നാരായണൻ നായർക്കാണ്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പാല നാരായണൻ നായർക്ക്. കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവിയാണ് ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഉള്ളൂർ S. പരമേശ്വരയ്യറാണ് കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി. ഉമാകേരളം, മണിമഞ്ജുഷ, കർണഭൂഷണം, പിങ്കള, ചിത്രശാല എന്നീ കൃതികളുടെ കർത്താവാരാണ്? ഉമാകേരളം, മണിമഞ്ജുഷ, കർണഭൂഷണം, പിങ്കള, ചിത്രശാല എന്നീ കൃതികളുടെ കർത്താവാരാണ്? ഉള്ളൂർ S. പരമേശ്വരയ്യറാണ് ഈ കൃതികളുടെയെല്ലാം കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ: PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2004 ജൂൺ 19 2004 ജൂൺ 19. അടുത്ത ചോദ്യം: കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? PN പണിക്കരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. ഫുൾ ഫോം ഓർത്തിരുന്നാൽ മതി കേട്ടോ. പുതുവായിൽ അല്ലേ, N നാരായണ ദെൻ പണിക്കർ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത്: ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? നമ്മൾ പറഞ്ഞു പോയ ചോദ്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. PN പണിക്കരുടെയാണ് അല്ലേ. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആധുനികമാണ് ചോദിച്ചിരിക്കുന്നത്. ചില അക്ഷരപ്പശകളൊക്കെ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാമാണ്?
ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അല്ലേ, അറിയാവുന്നതാണല്ലോ. നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ്? നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമാണ് നാടകീയം. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനിക്കര കുമാരപിള്ളയാണ്. കൈനിക്കര കുമാരപിള്ളയാണ് നാടകീയം എഴുതിയത്. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ആസാം പണിക്കാരുടെ എന്ന കവിതയുടെ രചയിതാവ് കേട്ടോ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖ അല്ലേ, മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. അപ്പം ഈ ആദ്യ നോവലായിട്ടുള്ള ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഒ ചന്തുമേനോനാണ് കേട്ടോ. ഒ ചന്തുമേനോനാണ് ആദ്യ നോവലായിട്ടുള്ള ഇന്ദുലേഖയുടെ കർത്താവ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് ഓടക്കുഴൽ. എന്താണ്? ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഒ വി വിജയനാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഒരു നോവലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു നോവലാണ്. അത് എഴുതിയിരിക്കുന്നത് ഒ വി വിജയനാണ്. നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര് എന്താണ്? നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് ചിന്താമാധുരി. ചിന്താമാധുരി ഓർത്ത് വെക്കുക. മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം, മലയാളത്തിലെ ആദ്യ നാടകമായിട്ട് കണക്കാക്കപ്പെടുന്ന മണിപ്രവാള ശാകുന്തളം, ഈ ഒരു നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷത്തിലാണ്? അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷത്തിലാണ്? 1997. 1997 അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഓർത്ത് വെക്കുക. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? മുത്തശ്ശി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, മുത്തശ്ശി എന്താണ്? ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അല്ലേ. അപ്പോൾ ചെറുകാടിനെ കുറിച്ചുള്ളൊരു കഥ മുത്തശ്ശി നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ചെറുകാട്. ഓർത്ത് വെക്കുക, മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാട്. തിക്കൊടിയൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? ഓൾറെഡി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1996 ജൂൺ 19 മുതലാണ്. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. വായനാ വാരം എന്നു മുതൽ വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായന വാരം എന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ വായനാ വാരം ഏത് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 19 മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ ജൂൺ 25 വരെ കേട്ടോ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറയുന്നത് ആരുടെ സന്ദേശമാണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പി എൻ പണിക്കരാണ് കേട്ടോ. പി എൻ പണിക്കരാണ് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞിരിക്കുന്നത്.
കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആരാണ്? കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആരാണ്? പാല നാരായണൻ നായരാണ് കേട്ടോ. കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് പാല നാരായണൻ നായർ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഓർത്ത് വെക്കുക. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് സക്കറിയയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ വള്ളത്തോൾ പുരസ്കാരം സക്കറിയയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ 2019 ഓക്കെ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സക്കറിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരവും 2020 എഴുത്തച്ഛൻ പുരസ്കാരവും സക്കറിയയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ബേപ്പൂർ സുൽത്താൻ ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്നാണ്. അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയമാണ് അല്ലേ. ഖുറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നാണ്. വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ് അല്ലേ. വരിക വരിക സഹചരേ എന്ന് പറയുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം, ഈ വരികൾ ആരുടെയാണ്? ചെമ്മനം ചാക്കോയാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രൻ ചെവിയിലോതാം ഞാൻ, ആരുടെ വരികളാണിത്? കുഞ്ഞുണ്ണി മാഷിൻ്റെയാണ് അല്ലേ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ എന്ന് പറഞ്ഞത് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വരികളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? PN പണിക്കരുടെയാണ് അല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് എവിടെയാണ്? കാസർഗോഡ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആരെക്കുറിച്ചാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? എൻ്റെ ഗുരുനാഥൻ എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ആരെക്കുറിച്ച്? ഗാന്ധിജിയെക്കുറിച്ച്. ഓർത്ത് വെക്കണം കേട്ടോ. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പറഞ്ഞു സക്കറിയയ്ക്കാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2020 വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2020 വയലാർ അവാർഡ് ലഭിച്ചത്. ഗാന്ധിജിയുടെ മരണത്തിൽ മനംതൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യമാണ് ബാപ്പുജി. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആരാണ്? അക്കമ്മ ചെറിയാൻ. പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായികയാണ് അക്കമ്മ ചെറിയാൻ. വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേര് എന്താണ്? വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേരാണ് പുരുഷാന്തരങ്ങളിലൂടെ. പുരുഷു അല്ലേ, കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയാണ് പുരുഷാന്തരങ്ങളിലൂടെ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ.
മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ട ബാക്കിയായിപ്പോയി. എല്ലാ വീടുകളിലും പാട്ടുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പാട്ട ബാക്കിയായിപ്പോയി. അതെന്താണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകത്തിൻ്റെ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ പാട്ട ബാക്കി അല്ലേ, പാട്ട ബാക്കിയാണ് രാഷ്ട്രീയ നാടകം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ട ബാക്കി. പാട്ട ബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ ദാമോദരനാണ് പാട്ട ബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ്? ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട് അല്ലേ. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പാട്ടാണ് കാക്കേ കാക്കേ കൂടെവിടെ അല്ലേ. അപ്പോൾ ഈ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന് പറയുന്ന ബാലസാഹിത്യ കവിത എഴുതിയത്. ഇനി അടുത്താണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ അല്ലേ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ കേട്ടോ. വള്ളത്തോൾ നാരായണമേനോനാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ എന്ന് പറയുന്ന ഈ ഒരു കവിത രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യന് ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏതാണ്? ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏതാണ്? കൂപ്പുകൈയാണ് കേട്ടോ. കൂപ്പുകൈയാണ് ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വരാനിരിക്കുന്ന വായനാ ദിനത്തിനോടനുബന്ധിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് വായനാ ദിനം ക്വിസ് അല്ലേ സ്കൂളുകളിലൊക്കെ നടത്തപ്പെടുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്